ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവന് അനുയോജ്യമായ ഒരു തുണയെ സൃഷ്ടിക്കും എന്ന് അരുളിച്ചെയ്തു. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് തക്ക ഒരു തുണയെ ഞാൻ നിർമ്മിക്കും എന്ന് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കിടക്കുന്നു. തക്ക തുണയെ നിർമ്മിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ എന്നിട്ട് അതിനെ വെച്ചുകൊണ്ടുള്ള ഭയങ്കര പ്രസംഗങ്ങളൊക്കെ പറയും. ഇണയല്ല തുണ, ഇണയല്ല തുണ എന്നൊക്കെ വെച്ചലക്കും. പക്ഷേ സ്വാഭാവികമായി ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പർ കമ്പാരബിൾ ടു ഹിം എന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പറിനെ കൊടുക്കുമെന്ന് എഴുതിയേക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അത് ആദത്തിനെ കൊണ്ടാണ് ദൈവം അത് പറഞ്ഞത്. പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് തക്ക ഒരു തുണയെ, എ ഹെൽപ്പർ കമ്പാരബിൾ ടു ഹിം എന്നെഴുതിയേക്കുന്നു. ആംപ്ലിഫൈഡ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പർ മീറ്റ് ഫോർ ഹിം. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്ന സ്യൂട്ടബിൾ, അഡാപ്റ്റഡ്, കോംപ്ലിമെൻ്ററി എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ, പൊരുത്തപ്പെട്ടു പോകുന്ന, അഭിനന്ദനപരമായ, പ്രശംസനീയമായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ എഴുതിയേക്കുന്നത്. എന്നതാണേലും താരതമ്യപ്പെടുത്താവുന്ന ഒരു ഹെൽപ്പറെ, ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തനി മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ചക്കിക്കൊത്ത ചങ്കരൻ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ചങ്കരനൊത്ത ചക്കിയെ കൊടുക്കും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ബൈബിൾ കിടക്കുന്നത്. ആംപ്ലിഫൈഡ് പറയുന്നത് അനുയോജ്യമായ അല്ലെങ്കിൽ ചേർന്ന പൊരുത്തപ്പെട്ട ഒരു തുണയെ ഞാൻ നൽകും. ഇത് നമ്മൾ ബൈബിളിൻ്റെ അവസ്ഥയെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എടുത്തേ. ആ വൃക്ഷഫലം ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമാണെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു ഭക്ഷിച്ചു, ഭർത്താവിന് കൊടുത്തു, അവനും ഭക്ഷിച്ചു. കണ്ടോ, ഒറ്റ വാക്യത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം കിടപ്പുണ്ട്. തക്ക തുണയെ ദൈവം കൊടുത്തു എന്നുള്ളതല്ല. ബൈബിൾ എഴുതിയേക്കുന്നത് അവനോട് ചേർക്കാവുന്ന ഒരു ഹെൽപ്പറെ കൊടുത്തു. ഹെൽപ്പർ എന്നാ കാണിച്ചു എന്നുള്ളതാണ്. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം നേടാൻ അഭികാമ്യവുമെന്ന് കണ്ട് സ്ത്രീ അത് പറിച്ചു തിന്നു. അപ്പം ഇതിനകത്തെ കളി മുഴുവൻ കളിച്ചത് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതെല്ലാം ഗ്രഹിച്ചത് സ്ത്രീയാണ്. അവൾ പറിച്ചു തിന്നു, തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, അയാളും തിന്നു. അവിടെ ഈ ഭർത്താവിനെ സംബന്ധിച്ച് അയാൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചെന്നോ കൂടുതൽ അന്വേഷിച്ചെന്നോ കൂടുതൽ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നടത്തിയത് നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ അവിടെ ഈ തക്ക തുണ എന്ന് പറയുന്ന ഈ ഹെൽപ്പറാണ് അത് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാകും. ഇനി ആത്മീക ലോകം നോക്കിയേ, മിക്കവാറും വീടുകളിലെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭാര്യയാണ്. ചിലയിടത്ത് നൈസായിട്ടായിരിക്കും, ചിലയിടത്ത് ഉടക്കിയായിരിക്കും, ചിലയിടത്ത് അധികാരം എടുത്തായിരിക്കും. ഭർത്താവ് കൂടെ പോകുമെന്നുള്ളതല്ലാതെ ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നത്, പല സഭകളിലും കാണുന്നത്, വീട്ടിലെ അലമ്പ് ഒഴിവാക്കാൻ ഭർത്താവ് ഡ്രൈവറായിട്ട് കൂട്ടത്തിൽ പോവുക. അല്ലാതെ ഇത് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ മിക്ക പുരുഷന്മാരും ധരിച്ചു വച്ചിരിക്കുന്നത് ആത്മീക കാര്യങ്ങൾ സ്ത്രീകളുടെ സെക്ഷനാണ്, അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള തുണയെ ദൈവം അങ്ങോട്ട് കൊടുക്കും. ഒരിക്കലും ഒരുത്തൻ പറഞ്ഞു, ഞാനൊരു വരയിട്ടാൽ ആ വരയുടെ അപ്പുറം ഇപ്പുറം പിന്നെ ഭാര്യ പോകുമായിരുന്നു. എന്നിട്ട് പിന്നെ പുള്ളി ഞാൻ അഡീഷണൽ ചേർത്ത് പറഞ്ഞതാണ് അതിൻ്റെ മർമ്മം. അദ്ദേഹം പറഞ്ഞു, പിന്നെ വര എവിടെ ഇടണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അപ്പോൾ അവൾ തീരുമാനിക്കുന്നിടത്ത് കൊണ്ടേ ഭർത്താവ് കൊണ്ട വരയിട്ടിട്ട് ഭാര്യ അതിനപ്പുറത്ത് പോകുകയില്ലെന്ന് പറയുന്ന രീതിയിലാണ് ഇന്നത്തെ വിശ്വാസികളുടെ ഒരു ചിന്ത. ചിലർ എന്നതേലും കാണിക്കട്ടെ, അലമ്പില്ലാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് വിട്ടുകൊടുക്കുന്നവരും ഉണ്ട്. ദൈവം അതിന് തക്ക തുണയെ നൽകുമെന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയത്. വിശ്വാസികളുടെ ഇടയിൽ നല്ലൊരു ശതമാനവും സ്ത്രീഭരണമാണ് എന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീകളുടെ ഭരണം അവിടെ അലമ്പ് വേണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്നവർക്ക് മിണ്ടാൻ പറ്റിയല്ല. കാരണം സഭയിൽ പാഴ്സണയിലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇവർ തമ്മിൽ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പാവും. അലമ്പായി കഴിഞ്ഞാൽ ഈ സ്ത്രീ മോന്തം വെറുപ്പിച്ചിരിക്കും, അത് വരുന്നവർ കാണും, പിന്നെ ഇങ്ങേരുടെ പണി പോകും. അതുകൊണ്ട് ഇയാൾക്ക് മിണ്ടാൻ പറ്റിയല്ല. അപ്പോൾ അവിടെയെല്ലാം സ്ത്രീഭരണമാണ്. പലതും ലോഹ്യത്തിലും സ്നേഹത്തിലും തന്ത്രപരമാണെന്നൊക്കെ മാത്രം. ഞങ്ങളൊരിക്കൽ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ പ്രധാനി പറഞ്ഞു, ഈ മീൻ ചീഞ്ഞതാണല്ലോ എന്ന്. അന്നേരം അവിടുത്തെ ഭാര്യ പറയുക, ആ വീട്ടുടമസ്ഥൻ്റെ ഭാര്യ പറയുക, അത് അയാൾക്ക് അങ്ങേർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു, പുള്ളി തിന്നോളൂ എന്ന് പറഞ്ഞു. ആ ചീഞ്ഞതാന്ന് പറഞ്ഞ മീനെടുത്ത് അങ്ങേറയിലോട്ട് കൊടുത്ത് പുള്ളി അത് ഡീസൻ്റായിട്ട് മേടിച്ച് കഴിച്ചു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുകയും ചെയ്തു. എന്നാ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഭരണം ആ സ്ത്രീയാണ്. ഇനി അപ്പസ്തല പ്രവർത്തിക്കകത്ത് നിന്ന് അതിനകത്ത് ഉദാഹരണം നമുക്കെടുക്കാം. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷനും തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടുകൂടെ വിലയിൽ കുറെ എടുത്തു വെച്ച ശേഷം ഒരു ഭാഗം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കുന്നതിന് മുൻപ് നിന്റേതായിരുന്നില്ലേ? വിറ്റ ശേഷവും നിന്റെ കൈവശം തന്നെ അല്ലായിരുന്നുവോ? പിന്നെ ഈ കാര്യം ചെയ്യുവാൻ നീ ഹൃദയത്തിൽ ചിന്തിച്ചത് എന്തിന്? മനുഷ്യരോടല്ല, ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടപ്പോൾ അനന്യാസ് നിലത്തു വീണ് മരിച്ചു. ഇത് കേട്ടവർക്കെല്ലാം വലിയ ഭയം ഉണ്ടായി. മതി. അത് അനന്യാസിൻ്റെ ഒരു രീതിയെക്കുറിച്ച് പറയുക. ഇനി അനന്യാസിൻ്റെ ഭാര്യയുടെ രീതി 7 മുതൽ 10 വരെ. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഈ വിലയ്ക്കാണോ നിങ്ങൾ നിലം വിറ്റത് എന്ന് ചോദിച്ചു. അതെ, ഈ വിലയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്തിന്? ഇതാ, നിന്റെ ഭർത്താവിനെ അടക്കം ചെയ്തവർ വാതുക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് മരിച്ചു. യുവാക്കൾ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ സമീപത്ത് അടക്കം ചെയ്തു. ഇത് നമ്മൾ നോക്കിക്കേ, തക്ക തുണ, മലയാളത്തിൻ്റെ അർത്ഥം ഒത്തുവരും. ഒത്തുവരും, തക്ക തുണയെ കിട്ടി രണ്ടും ചത്തു എന്നവിടെ എഴുതിയേക്കുന്നത്. ഇനി ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവിനെ കുറിച്ചൊന്ന് നോക്കാം. ഉൽപ്പത്തി 17:17 ഒന്ന് വായിച്ചേ. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചുകൊണ്ട്, 100 വയസ്സായ മനുഷ്യന് മകൻ ജനിക്കുമോ? 90-ാം വയസ്സിൽ സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കവന്നു വീണ് കടന്ന് ചിരിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. കവന്ന് വീണ് 17:17 കമന്ന് വീണ് 100 വയസ്സ് കവന്നു വീണു, അയാൾ ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൽ പറഞ്ഞു. ഇനി 18-ന്റെ ഉൽപ്പത്തി പുസ്തകം 18:12 വായിച്ചേ. ആകയാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട്, ഞാൻ വൃദ്ധയായിരിക്കുന്നു, എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു. കണ്ടോ, ഉള്ളിൽ ചിരിച്ചു. രണ്ടും തക്കതാ അങ്ങോട്ടും ഇങ്ങോട്ടും. അനന്യാസിൻ്റെ കാര്യത്തിലാണേലും ഈ അബ്രഹാമിൻ്റെ കാര്യത്തിലാണേലും. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ആഹാബിൻ്റെയും ഭാര്യയുടെയും ഒരു ചരിത്രമുണ്ട്. ആഹാബിൻ്റെ ഭാര്യ വന്നിട്ട് അതിൻ്റെ അതിനകത്ത് വായിക്കുമ്പോൾ ഇയാൾ വലിയ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യ വന്ന് ചോദിച്ചു, എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നു? അന്നേരം അങ്ങേർക്ക് അവിടെ അങ്ങോട്ടുള്ള മുന്തിരിത്തോട്ടം വേണം, അതിന് വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞു. അവസാനം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ കൊന്ന് അവൾ മേടിച്ചു കൊടുത്തു. എന്നാന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? തക്ക തുണയെ കൊടുത്തു. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ അനന്യാസിൻ്റെ ഒക്കെ കാലത്തെ എന്ന് പറഞ്ഞാൽ അപ്പസ്തോല പ്രവൃത്തിയുടെ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കുന്ന കാലമായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒന്നും സഭകളിൽ ഒറ്റ വിശ്വാസിയും കാണാൻ സാധ്യത കുറവാണ്. കാരണം ഒത്തുകൂടുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്നുള്ളതാണ് അനന്യാസും സഫീറായും ചെയ്ത കുറ്റമെങ്കിൽ, ആ കുറ്റം ഇന്ന് ചെയ്യുന്നവരേ ഉള്ളൂ സഭകളിൽ, നല്ലൊരു ശതമാനവും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കരുണ നിൽക്കുന്നത് കൊണ്ടും യേശുവിൻ്റെ സ്നേഹമുള്ള കൃപ വ്യാപരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒച്ച വെക്കുന്നത് പലതുകളും കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു എന്ന് വളരെ ആധികാരികമായിട്ട് പറയാമെങ്കിലും അങ്ങനെ പറയാൻ പറ്റുകയില്ല. ചത്തുപോകാത്തത് അതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട്
സ്വാഭാവികമായും തക്ക തുണ ഇരുവരും ചേർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യക്തികൾ മാനസാന്തരപ്പെടട്ടെ, സത്യത്തിന് വേണ്ടി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവെ, എന്നെ ശ്രവിക്കുന്നവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട്, അർത്ഥാൽ ദൈവത്തിൻ്റെ വചനത്തോട് കർത്താവെ വ്യാജം കാണിക്കുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി വചനത്തെ വളച്ചൊടിക്കുകയും അവർക്ക് നിലനിൽക്കേണ്ടതിന് വേണ്ടി സാഹചര്യങ്ങൾ മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ദൈവഭയത്തോടും ഒക്കെ ജീവിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ ആരെയും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.